നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജൂൺ മാസം 14-ാം തീയതി മുതൽ ജൂൺ മാസം 20-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 15-ന് പകൽ സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 20-ാം തീയതി ചൊവ്വ ഇടവം രാശിയിലേക്കും സംക്രമിക്കുന്നു. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. കർമ്മരംഗത്ത് കുറച്ചുകൂടി സജീവമായി ഇടപെടാൻ സാധിക്കുകയും സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ മേലധികാരികളുടെയോ സഹകരണം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഈ ആഴ്ച ലഭിക്കുകയും ചെയ്യും. സഹോദരസ്ഥാനത്തുള്ളവർക്കോ അല്ലെങ്കിൽ സഹോദരസ്ഥാനത്തുള്ള വ്യക്തികളോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ ഒക്കെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ പല വിധത്തിൽ സഹായിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായി ഒരു എനർജി ഇവർക്കിപ്പോൾ എന്തായാലും ഉണ്ട്, കർമ്മരംഗത്തായാലും ഉണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് കൂടുതൽ ധനം കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് അഡീഷണലായി, അതായത് തങ്ങളുടെ പ്രധാന കർമ്മമേഖലയ്ക്ക് സമാന്തരമായി ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാന മാർഗമാകാനാണ് സാധ്യത. ചില ചെറിയ യാത്രകൾ നടത്തുന്നതായി കാണുന്നുണ്ട്. അത് വളരെ പ്രയോജനം ചെയ്യും. ഭാവിയിൽ അവരുടെ ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ ഈ യാത്ര വളരെ ഗുണകരമായി മാറുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേഗതയിൽ വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഇലക്ട്രിസിറ്റിയോ തീയോ ഇതിനോട് പെരുമാറുമ്പോഴുമൊക്കെ ഈ ആഴ്ചയും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമായി ഇവർക്ക് ഇവരുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം കിട്ടുമെന്ന് തന്നെ കാണുന്നു. മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ധനപരമായ സഹായമോ അല്ലെങ്കിൽ ആൾ സഹായമോ ഉണ്ടാകുമെന്ന് കാണുന്നു. അതുപോലെ ഭാഗം വെച്ച് പ്രോപ്പർട്ടി വസ്തു കിട്ടുകയോ അല്ലെങ്കിൽ ധനമായി അത് കിട്ടുകയോ ചെയ്യാം. പുതിയ ചില വീട്ടുപകരണങ്ങൾ, ഫർണിച്ചർ ഇതൊക്കെ വാങ്ങാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ സാധിച്ചേക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള വാഹനമായാലും വീടായാലും അത് മോടി പിടിപ്പിക്കാനോ ഇപ്പോഴുള്ള വാഹനത്തേക്കാൾ കുറച്ചുകൂടി വലിയ സൗകര്യങ്ങളുള്ള വാഹനം വാങ്ങുവാനോ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പോസിറ്റീവായ അനുകൂലമായ മാറ്റം കാണുന്നുണ്ട്. ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്കിപ്പോൾ കുറച്ച് ഗുണം കാണുന്നു. സമൂഹത്തോട് ഇടപെടുമ്പോഴും ജോലി സ്ഥലത്ത് ഇടപെടുമ്പോഴും ഒക്കെ തന്നെ ഇവർക്ക് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം വളരെ സൗഹാർദ്ദപരമായും സൗമ്യവുമായിട്ടുള്ള പ്രതികരണങ്ങൾ ലഭിക്കുകയും കർമ്മരംഗത്ത് അവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ ഇത്തരം ഒരു സൗമ്യതയും സഹകരണ മനോഭാവവും ഒക്കെ വളരെ സഹായിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. മാതാവിന് ശാരീരികമായ ചില അവശതകൾ വരും എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മുഖരോഗങ്ങളോ അതല്ലെങ്കിൽ ത്രോട്ട്, അതായത് തൊണ്ട സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ അലർജി അസുഖങ്ങളോ മറ്റ് ഇൻഫെക്ഷനോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് കുറച്ച് ധനം ചെലവഴിക്കേണ്ടി വരും എന്നും കാണുന്നു. അതുപോലെ തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർ ആൾക്കാരോട് ഇടപെടുമ്പോൾ, പ്രത്യേകിച്ചും അയൽപക്കക്കാരോടോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ തന്നെയോ ചിലപ്പോൾ വികാരാവേശത്താൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് വഴി ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ധനപരമായി ദോഷമൊന്നും തന്നെ കാണുന്നില്ല. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം, ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണമാണ് കാണുന്നത്. പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തികം ഇവർക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രവൃത്തിയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി കൂടുതൽ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നും കാണുന്നു. അപ്പോൾ പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾ ഇവർ നടത്തുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രമീകരണങ്ങൾ, ആസൂത്രണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതായി കാണുന്നുണ്ട്. സാമ്പത്തികവും വലിയ ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും മാതൃകുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഒക്കെ ഇവർക്ക് നല്ല വരുമാനം വരുന്നതായി കാണുന്നു. ഇവരുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ ആഴ്ചയുടെ 2ാം പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അവരുടെ നിലപാടുകളിലോ അല്ലെങ്കിൽ അവർ നേടുന്ന വിജയങ്ങളിലോ അവരുടെ കർമ്മങ്ങളിലോ ഇവർക്ക് മനസ്സന്തോഷം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം പ്ലാൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആദ്യ ദിവസങ്ങളിൽ ഒരല്പം ദേഷ്യമോ അല്ലെങ്കിൽ വൈകാരികമായി ചില പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആളുകളോട് ഇടപഴകുമ്പോൾ ഏറ്റവും പ്ലാനോടുകൂടി, കൃത്യമായി പറഞ്ഞാൽ സമചിത്തതയോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക എന്നാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഇവർക്ക് ഗുണകരമായി ഭാഗ്യം തന്നെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട്
ലോട്ടറിയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക നേട്ടം കൃത്യമായി കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 15-ാം തീയതി രാവിലെ 8:30 കഴിഞ്ഞ് 16, 17 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പൊതുവേ അവർക്ക് തുടക്ക ദിവസങ്ങൾ തന്നെ അനുഗ്രഹമായി കാണുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ള ആലസ്യവും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തന്നെ അവർക്ക് ചെയ്യാൻ വൈമുഖ്യമുള്ള ചില കാര്യങ്ങളുമൊക്കെ തന്നെ മാറുന്നതായും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ കർമ്മരംഗത്ത് നിൽക്കാൻ സാധിക്കുന്നതായും കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇവർക്ക് കിട്ടുന്നത് ആഴ്ചയുടെ 2ാം പകുതിയിലാണ്. അത് കൃത്യമായ സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടാകുമെന്ന് കാണുന്നു. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് ദേഷ്യത്തിൽ ആരോടെങ്കിലുമൊക്കെ ആഴ്ചയുടെ അവസാന ദിവസം സംസാരിക്കുകയും അതിവർക്ക് ശരീരത്തിന് ക്ഷതം പറ്റുന്ന തരത്തിൽ തന്നെ ചില ക്ഷോഭകരമായ അവസ്ഥകളിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകളോട് ഇടപഴകുമ്പോൾ, പ്രത്യേകിച്ചും ദേഷ്യത്തിലോ വാശിയിലോ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇടപഴകുമ്പോൾ മനസ്സിന് അല്പം സമാധാനം കൊടുത്തുകൊണ്ട് സമചിത്തതയോടെ പെരുമാറുന്നതായിരിക്കും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ലത്. ആഴ്ചയുടെ 2ാം പകുതിയിലാണ് കൂടുതലായും ഇവർക്ക് സാമ്പത്തിക നേട്ടം കാണുന്നത്. പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ അവരുടെ സഹായത്താൽ പുതിയ ചില തൊഴിൽ സംരംഭങ്ങളോ പ്രവർത്തന സംരംഭങ്ങളോ ആരംഭിക്കുമെന്ന് കാണുന്നു. അല്ലെങ്കിൽ ഇപ്പോഴുള്ള മേഖലയിൽ ഏതെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ സാധിക്കുമെന്ന് കാണുന്നു. പുതിയ ചില സാമ്പത്തിക ഉന്നതി ഉള്ള മേഖലകളിലേക്ക് ജോലിയോ അല്ലെങ്കിൽ പ്രവർത്തനമോ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് തക്കവണ്ണം ഇവരുടെ അഭ്യുദയകാംക്ഷികളായ വ്യക്തികളോ അടുത്ത ബന്ധുക്കളോ സഹായിക്കും, അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരൊക്കെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്കും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഉന്നത വിജയമോ അല്ലെങ്കിൽ അവരുടെ മംഗളകർമ്മങ്ങൾ, അവർക്ക് വിവാഹമോ അവരുടെ വീടിൻ്റെ നിർമ്മാണമോ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ആഴ്ചയുടെ 2ാം പകുതിയിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെയും അവർക്ക് ആഴ്ചയുടെ 2ാം പകുതിയിൽ കൂടുതൽ വിജയകരമായി കാണുന്നു. തീർച്ചയായും ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില ആശയങ്ങളും ആവിഷ്കാരങ്ങളും സാമ്പത്തിക നേട്ടത്തിന് ഉതകുന്ന വിധത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രവർത്തനങ്ങൾ സതുദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ വിമർശകരുടെ അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ, ശത്രുക്കളുടെയൊക്കെ ആരോപണങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വന്നേക്കാം. തങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ മറുപുറം കണ്ടുകൊണ്ട്, എഴുതാപ്പുറം വായിച്ചുകൊണ്ട് ചില അനാവശ്യ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷേ അത്തരം കാര്യങ്ങളെയൊക്കെ ഇവർക്ക് അതിജീവിക്കാൻ മനസ്സിന് ശക്തിയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈശ്വരാനുഗ്രഹം ഇവരുടെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കാം. കണ്ണ്, അതുപോലെ മുഖം, ഈ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. കാൽമുട്ട്, പാദങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം കണ്ണിൻ്റെ ഭാഗത്തും മുഖത്തുമൊക്കെ എന്തെങ്കിലും അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 14, 15 രാവിലെ 8:30 വരെയും ശേഷം 17 രാവിലെ 8:15 മുതൽ 18, 19 രാവിലെ 10:15 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക നേട്ടം ഈ ആഴ്ചയും ഇവർക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് കൃത്യമായി വരുമാനം കാണുന്നു. പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഇവർക്കുണ്ടായിരുന്ന വിഷമങ്ങളും വൈതരണികളുമൊക്കെ കുറഞ്ഞു എന്ന് വേണം ഈ ആഴ്ചയും ആശ്വസിക്കാൻ. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൃത്യമായി 10ാം ഭാവത്തിൽ കണ്ടകശനിയായി സഞ്ചരിക്കുന്ന ശനിയിലേക്ക് വീഴുന്നതുകൊണ്ട് ആ ദോഷത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ചിന്തിക്കണം. കർക്കിടക രാശിയിൽ നിന്ന് കൊണ്ട് വ്യാഴത്തിൻ്റെ 9ാമത്തെ ഭാവത്തിലേക്കുള്ള നോട്ടം ശനിയുടെ ദോഷത്തെയാണ് അകറ്റുന്നത്. അതുകൊണ്ട് കണ്ടകശനി ഈ പറയുന്ന മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുറയും എന്ന് വേണം ചിന്തിക്കാൻ. പ്രധാന തടസ്സങ്ങളൊക്കെ മാറുന്നതായി കാണുന്നു. ചില ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. എന്നാൽ മേലധികാരികളുടെ എതിരഭിപ്രായങ്ങൾ ചിലപ്പോൾ വന്നേക്കാം ഇവരിലേക്ക്. അതല്ലെങ്കിൽ ഇവരുടെ പിതാവിന് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം കുറച്ച് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായോ
പേശി സംബന്ധമായോ നയന സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ അത് ഈ 14-ാം തീയതിക്ക് ശേഷം വർദ്ധിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട വിദഗ്ധരോട് ചോദിക്കുന്നത് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ന് കാണുന്നു. അതുപോലെ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉൾച്ചൂട് വർദ്ധിക്കാനുള്ളൊരു സാധ്യത കാണുന്നു. അസിഡിറ്റി പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് വർദ്ധിക്കാം. സഹോദര സ്ഥാനത്തുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ധനപരമായി കാര്യങ്ങൾ പുരോഗതിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇവർക്ക് ഉള്ള കഴിവുകൾ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്ന സമയമാണിപ്പോൾ. അതുപോലെ തൊഴിൽ മാറ്റം കൃത്യമായി ഇപ്പോഴും ഇവർക്ക് കാണുന്നു. നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം കാണുന്നുണ്ട്. മേലധികാരികളുമായോ സർക്കാരുമായോ ഒക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അവർ വഴി എന്തെങ്കിലുമൊക്കെ ഭയാശങ്കകളോ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം കാണുന്നു. പിതാവിന് ശാരീരികമായ അവശതയുണ്ടെങ്കിലും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് കൃത്യമായി ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഇവർ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് ഈ ആഴ്ചയിൽ താരതമ്യേന അതല്പം ലേറ്റാവുമെന്ന് തന്നെയാണ് കാണുന്നത്. ചില ചെറിയ തടസ്സങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 രാവിലെ 8:30 കഴിഞ്ഞ് 16, 17 രാവിലെ 8:15 വരെയും ശേഷം 19-ാം തീയതി രാവിലെ 10:15 ശേഷം 20-ാം തീയതിയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന് വിധേയമാകുന്ന തരത്തിൽ ഇവരുടെ ശാരീരിക മാനസിക ഭാവങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് പൊതുവേ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിതാവുമായിട്ടുള്ള ഇവരുടെ കലഹമോ അഭിപ്രായ വ്യത്യാസമോ മാറ്റം വരുന്നു. പിതാവ് മാത്രമല്ല, ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളും കാരണവസ്ഥാനത്തുള്ള വ്യക്തികളും ഇവരോട് അനുതാപപൂർവമായി സ്നേഹപൂർവ്വമൊക്കെ പെരുമാറുന്നതായി കാണുന്നു കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട്. അതുപോലെ തങ്ങൾക്ക് വേണ്ട ചില ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം വേണ്ടുന്ന ചില മേഖലകളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ കാര്യത്തിലോ ഗുണം കാണുന്നു. കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വിദേശത്താണ് ഇപ്പോൾ വസിക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾക്ക് മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. അനാമത്തായി ഉള്ള ചിലവുകൾ ഇവർ ഇപ്പോൾ ആശങ്ക കൊണ്ടോ കൃത്യമായ ആസൂത്രണമില്ലായ്മ കൊണ്ടോ സൃഷ്ടിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഭയം ഇപ്പോഴും വിട്ടുമാറാത്ത ഒരവസ്ഥ ഇവർക്ക് കാണുന്നു. എത്രമേൽ ഈശ്വരാധീനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കാര്യം വന്നാലും ചില ദുർബല നിമിഷങ്ങളിൽ ഇവർ അനാരോഗ്യം ഉള്ള അല്ലെങ്കിൽ മനസ്സിന് ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇടയ്ക്കെങ്കിലും പോകുന്നതായി കാണുന്നു. കൃത്യമായി നാഗദൈവങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്ന് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ ചിലവ് വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ മാറുന്നുണ്ട്. വരുമാന വർധനവും സഹപ്രവർത്തകരുടെ ഇടപെടലും കാണുന്നു. കണ്ണിൻ്റെ ദോഷമുണ്ടാകാൻ, ത്വക്ക് സംബന്ധമായ ദോഷമുണ്ടാകാൻ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല എന്ന് കാണുന്നു. അതിന് നാഗദൈവങ്ങൾക്കാണ് പരിഹാരം ചെയ്യേണ്ടത്. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് മനസ്സമാധാനത്തിൻ്റെ ഫലമായി ഈ ത്വക്കിനുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും രോഗ അവശതകളുമൊക്കെ മാറുന്നതായി കാണുന്നു. ഈ ത്വക്കിൻ്റെ അവശതകളും അതോടൊപ്പം കണ്ണിന് ചുറ്റുമൊക്കെ എന്തെങ്കിലും അലർജി അസുഖങ്ങളും ആ മുഖത്ത് നേർത്ത ചർമ്മങ്ങളുള്ള ഭാഗങ്ങളിൽ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടി വരും. മേലധികാരികളോടൊത്ത് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേൾക്കേണ്ടിയും വന്നേക്കാം. എന്നാലും പൊതുവേ ഈശ്വരാധീനവും ഭാഗ്യവും വർദ്ധിച്ചിരിക്കുന്നു. മനസ്സിൻ്റെ ഒരു തകരാറൊക്കെ മാറിയതുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഷമങ്ങൾ മാറിയതുകൊണ്ടോ ആവണം ശാരീരികമായി കുറച്ചുകൂടി ആകർഷകമായ ഒരു വ്യക്തിത്വം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് ഈ ആഴ്ച എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15 രാവിലെ 8:30 വരെയും ശേഷം 17 രാവിലെ 8:15 മുതൽ 18, 19 രാവിലെ 10:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. തങ്ങളുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഭവനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഭവനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ
വിദ്യാഭ്യാസ സംബന്ധമായ പുരോഗതിക്ക് വേണ്ടിയോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിനോ ജോലിക്കോ വേണ്ടിയോ പണം മുടക്കേണ്ടി വരും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്നതാണ് പരമപ്രധാനം. അതായത് ഇന്ന് പണം മുടക്കി ഒരു മാസത്തിനുള്ളിലോ ഒരാഴ്ചയ്ക്കുള്ളിലോ ഒക്കെ ലാഭം പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പണം മുടക്കേണ്ടി വരും, പക്ഷേ അത് തങ്ങൾക്ക് ഗുണം ഭാവിയിൽ കിട്ടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി വരും. അത്തരം ഒരു ചിലവ് ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ ചില കർമ്മങ്ങളിൽ, പ്രത്യേകിച്ചും ബന്ധുമിത്രാദികളുടെ ഏതെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലോ കർമ്മങ്ങളിലോ പങ്കുകൊണ്ടാൽ അവസാന ദിവസം എല്ലാ കാര്യത്തിലും പങ്കുകൊള്ളുകയും ഇടപെടുകയും ഒക്കെ ചെയ്താലും അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്, ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള പ്രതികൂലമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ഏറ്റവും നന്നായി പ്രവർത്തിച്ചാലും ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാലും. അതുകൊണ്ട് അത്തരം വിമർശനങ്ങളെ മുൻകൂട്ടി അറിഞ്ഞാൽ, ഇപ്പോൾ ഇതുവഴി അറിഞ്ഞാൽ സ്വാഭാവികമായും അവർക്കതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഈശ്വരാധീനം അവർക്കുണ്ട്. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് മംഗളകർമ്മവുമായി ബന്ധപ്പെട്ടൊക്കെ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. വേണ്ടപ്പെട്ട വ്യക്തികളുടെ, പ്രത്യേകിച്ചും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്ത്രീകളുടെ അവരുടെ ബന്ധത്തിൽ വരുന്ന സ്ത്രീകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലോ വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിലോ ഒക്കെ പണം മുടക്കേണ്ടി വരികയോ തങ്ങൾ ചെന്നു നിന്നുകൊണ്ട് ചിലപ്പോൾ ചില സഹായങ്ങൾ ചെയ്യേണ്ടി വരികയോ ചെയ്യുമെന്നൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പ്രവർത്തന രംഗത്തും സാമ്പത്തികമായ വരവിലും ഇപ്പോൾ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ദോഷമൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ ഫലത്തിൽ ഈ പൈസ കയ്യിൽ നിൽക്കില്ല, ഈ പണം കയ്യിൽ നിൽക്കില്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. അത് പല വിധത്തിൽ ചിലവായി പോകും. പക്ഷേ ഒന്നും അനാമത്തായി പോകില്ല എന്ന് നിശ്ചയമായും ചിന്തിക്കാം. ഭാവിയിൽ അവരുടെ കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനോ ആവും. പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. കുറച്ചുകൂടി ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാവുകയും അതനുസരിച്ച് ചില കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യും. അതിൻ്റെ ഗുണമുണ്ടാകും. അതുപോലെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വെള്ളം കൃത്യമായി ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ചില ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ പിതാവോ പിതൃസ്ഥാനത്തുള്ള വ്യക്തികളോ തത്തുല്യരായ വ്യക്തികളോ അല്ലെങ്കിൽ സ്വന്തം ഓഫീസിലെ മേലധികാരികളോ സർക്കാരോ പോലും ഇവരോട് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഇടഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇവരുടെ കർമ്മരംഗത്തുണ്ടാകുന്ന ഏതെങ്കിലും ചെറിയ പിഴവാകാം അതിന് കാരണം, അത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ അതൊന്നും ഒരു ഗൗരവമുള്ള കാര്യമോ അതൊന്നും തങ്ങളുടെ കർമ്മമേഖലയോ രൂക്ഷമായി ബാധിക്കുകയോ ഇല്ല എന്നും മനസ്സിലാക്കിക്കൊള്ളുക. പിതാവിന് രോഗാവശത കാണുന്നുണ്ട്. അതുപോലെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, 17 രാവിലെ 8:15 വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. വരുമാന സംബന്ധമായ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വർധനവ്, സമാശ്വാസം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകണം ഈ ആഴ്ചയും. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. അല്ലെങ്കിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വേതന സംബന്ധമായ കാര്യങ്ങളിലോ പ്രതിഫലം കിട്ടാൻ താമസിക്കുന്ന കാര്യത്തിലോ ഒക്കെ ഉള്ള അവസ്ഥയായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു. പ്രതിഫലം കൃത്യമായി കിട്ടുകയോ പഴയ ചില കണക്കുകൾ തീർത്ത് പണം ഇവരിലേക്ക് വരികയോ ചെയ്യുന്നതായി കാണുന്നുണ്ട്. കർമ്മരംഗം കുറച്ചുകൂടി സജീവമാകുന്നു. ഇവരെ മനസ്സിലാക്കുന്ന, കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സഹായിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ചില പ്രത്യേക അധികാരികൾ, മേലധികാരികൾ അതിൻ്റെ തലപ്പത്തെത്തുന്നതായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ തലപ്പത്തെത്തുന്ന ചിലരുടെ സഹായം കൊണ്ട് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തികമായി ഗുണമുണ്ടാകുമെന്ന് കാണുന്നു. തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് ശാരീരികമായ അവശതയുണ്ടാകും. അത് പ്രത്യേകമായി അറിഞ്ഞുകൊള്ളണം. അത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളല്ല, അപകട സംബന്ധമായ കാര്യങ്ങളാലാണ് അത്തരം അവശതയുണ്ടാകുന്നത് എന്നും മനസ്സിലാക്കിക്കൊള്ളണം. കൃത്യമായി പറഞ്ഞാൽ ശാരീരികമായി എല്ലിനോ പേശിക്കോ ഒക്കെ മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് പറയുക. സഹോദര സ്ഥാനത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെയും വാഹനം ഓടിക്കുമ്പോഴൊക്കെ പ്രത്യേകമായ ശ്രദ്ധ വേണം. അമിത വേഗത പാടില്ല എന്ന് കാണുന്നു. അതുപോലെ ഉയരങ്ങളിലേക്ക് കയറുമ്പോഴും തെന്നി വീഴാൻ സാധ്യതയുള്ള നിലത്തുകൂടി നടക്കുമ്പോഴുമൊക്കെ ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട ഒരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലോ വസ്തു സംബന്ധമായ കാര്യങ്ങളിലോ ചിലപ്പോൾ ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് തർക്കത്തിൽ കിടന്നിരുന്ന
ഭൂമി സംബന്ധമായ ഇവരുടെ ചില ക്രയവിക്രയങ്ങളിൽ വളരെ പെട്ടെന്ന് ചില ഭാഗ്യം ഉദിക്കുകയും അത് വിജയിക്കുകയും സാമ്പത്തികമായി ഗുണമുണ്ടാവുകയും ചെയ്യുന്നതായി കാണുന്നു. സഹോദര സ്ഥാനത്തുള്ളവർക്ക് അവരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ചില തർക്കങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അവരുടെ മാത്രമല്ല അവർക്കെന്തെങ്കിലും ശാരീരികമായ അവശതയും വരാനുള്ള സാധ്യത കാണുന്നു. ഉദര സംബന്ധമായി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. വയറിൽ എന്തെങ്കിലുമൊക്കെ അസുഖമോ അവശതകളോ ഉണ്ടാകാം. ഭക്ഷണം സമയത്ത് കഴിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അൾസർ പോലെയോ അസിഡിറ്റി പോലെയോ ഒക്കെ ഉള്ള അസുഖങ്ങൾ ഇപ്പോൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവ്യക്തമായ ചില ഇടപെടലുകൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അത് തങ്ങളുടെ കർമ്മമേഖലയെ ബാധിക്കും എന്ന് കാണുന്നുണ്ട്. കൂടുതൽ ചെലവ് വരുത്തി വയ്ക്കുകയോ കൂടുതൽ കാലം തങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ അതിന് ശരിക്കും വേണ്ട കാലത്തേക്കാൾ കൂടുതൽ കാലം അതിൽ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടി വരുന്നത് ഇത്തരക്കാരായ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ചില വ്യക്തികളുടെ ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് തങ്ങളുടെ തങ്ങളുടെ കർമ്മം അങ്ങേയറ്റത്തെ വിശുദ്ധിയോടുകൂടി ഏറ്റവും ബുദ്ധിസാമർഥ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഒരുഴപ്പും അതിൽ വരുത്താതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിൻ്റെ സാന്നിധ്യം കൃത്യമായി ഉണ്ടായിരിക്കണം. ആബ്സെൻറ്റ് മൈൻഡഡായി ഒന്നും ചെയ്യാതിരിക്കാൻ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 15-ാം തീയതി രാവിലെ 8:30 കഴിഞ്ഞ് 16, 17, 18, 19 രാവിലെ 10:15 വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗം. പിതാവിനോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ അതുമല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ, ജീവിത പങ്കാളിക്കാകാം, പിതാവിനാകാം, അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഗുരുസ്ഥാനീയരായ വ്യക്തികൾ, കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവർക്കുണ്ടായിരുന്ന ശാരീരികമായ അവശതയ്ക്ക് കുറവ് വരുന്നുണ്ട്. അതുതന്നെ ഇവർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമായി കാണുന്നു. ചില പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന വ്യക്തികൾ, ഒന്നുകിൽ പിതാവ്, അല്ലെങ്കിൽ ജീവിത പങ്കാളി, അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ വ്യക്തികൾ, കാരണവർ, ഇവർ കൂടി സഹകരിച്ചുകൊണ്ടുള്ള ഇവരുടെ ചില പ്രവർത്തന മേഖലകളിൽ ഈ വ്യക്തികളുടെ ശാരീരികമായ അവശത കാരണം നാളിതുവരെ നടത്താനോ അല്ലെങ്കിൽ നാളിതുവരെ ആ കർമ്മമേഖല കൃത്യമായി അടഞ്ഞുകിടക്കുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ഒരുപക്ഷെ ആരോഗ്യത്തിന് കുറച്ചുകൂടി പുരോഗതി ഉണ്ടായതുകൊണ്ടാവണം. അത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറച്ച് സന്തോഷത്തിന് ഇടയുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ ചില കാര്യങ്ങൾ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവരുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിക്കൊള്ളുക. ഈശ്വരാധീനം കർമ്മരംഗത്ത് വളരെ സജീവമായി മാറുന്നതായി കാണുന്നു. പുതിയ ചില പ്രവർത്തനങ്ങൾ, പുതിയ ഈശ്വരാധീനവും ഭാഗ്യവും കടന്നു വരുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. തങ്ങളുടെ കർമ്മമേഖലയിൽ ഇപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കും. നാളിതുവരെ ഏതെങ്കിലും തരത്തിൽ നഷ്ടമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ആശയങ്ങളെ മാറ്റി പുതിയവ അവിടെ അവർക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. പുതിയ തലമുറയും അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന് കാണുന്നുണ്ട്. അവർ ആശങ്കപ്പെടുന്നുണ്ടാവാം പല കാര്യങ്ങളിലും, എന്നാൽ അതിനൊക്കെ തന്നെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. കഴിഞ്ഞ കുറേ കാലത്തെ ഭാഗ്യക്കേടിൻ്റെയും പ്രവർത്തനക്ഷമതയില്ലായ്മയുടെയും ഒക്കെ ആ ദൗർഭാഗ്യത്തിൻ്റെ കാലം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നു. വരും കാലങ്ങളിൽ അത് കൂടുതൽ ഗുണകരമായിട്ട് ഇവർക്ക് വരികയുള്ളൂ. സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇപ്പോൾ ചിന്തിക്കാതിരിക്കുക. കാരണം ഭാഗ്യവും ഈശ്വരാധീനവും കൂടെയുണ്ട്. പിന്നെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും പുരുഷന്മാർ, അവരുടെ പ്രവർത്തന മേഖലയിലും അവരുടെ ഇടപെടലുകളിലും സ്ത്രീകളോടാകുമ്പോൾ അങ്ങേയറ്റത്തെ കരുതലും ജാഗ്രതയും വേണമെന്ന് പറയുന്നു. ചിലപ്പോൾ സ്ത്രീകളാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്നുമല്ല, തുലാക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്കും അവരുടെ കർമ്മമേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മമേഖലയിൽ ജോലി നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമോ എന്നല്ല, ഒരുപക്ഷെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ചില കഴിവുകേടുകളോ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ചില പ്രവർത്തനക്ഷമത ഇല്ലായ്മകളോ സംഭവിച്ചേക്കാം തങ്ങളുടെ കർമ്മരംഗത്ത് എന്ന് കാണുന്നുണ്ട്. ആ ഈശ്വരാധീനം കൊണ്ട് മാത്രമേ അത് മാറുകയുള്ളൂ. പ്രത്യേകിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ ഉച്ചസ്ഥാനീയനായി നിൽക്കുമ്പോൾ ഈശ്വരാധീനം നല്ലവണ്ണം അവർക്ക് അവരുടെ പ്രവർത്തന രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരെ സംബന്ധിച്ചിടത്തോളം
സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ മംഗള സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ അവർക്ക് ഗുണം വരുന്ന ഏതു വിധേനയുള്ള കാര്യങ്ങളിലുമൊക്കെ തന്നെ പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അവരെ ചൊല്ലിയുള്ള ആശങ്കകൾ തുലാക്കൂർപ്പെട്ട നക്ഷത്രക്കാർ മാറ്റുന്നതാണ് ഉചിതം. ലോവർ അബ്ഡമിൻ അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. പിതാവ് അല്ലെങ്കിൽ ജീവിത പങ്കാളി ഇവരുമൊത്ത് ചിലപ്പോൾ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് ഗുരുസ്ഥാനീയരായ വ്യക്തികളോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ തങ്ങളെ പല കാര്യങ്ങളിലും അറിവുകൊണ്ടും സഹകരണ മനോഭാവം കൊണ്ടും സഹായിക്കുന്ന വ്യക്തികളെ പിണക്കാനൊക്കെ ചിലപ്പോൾ ഇടയുണ്ട്. അതുകൊണ്ട് ആളുകളോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ ഏറ്റവും നിയന്ത്രണം പാലിക്കുന്നത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17 രാവിലെ 8:15 ശേഷം, അതായത് ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരം പ്രവർത്തന രംഗത്തും സാമ്പത്തിക നേട്ടത്തിനും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതായത് 17 രാവിലെ 8:15 മുതൽ 18, 19, 20 തീയതികൾ ഗുണകരമാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകുന്നതായി. മാറ്റമെന്ന് പറഞ്ഞാൽ അത് പുരോഗതിയിലേക്കുള്ള മാറ്റമാണ്, അനുകൂലമായ മാറ്റമാണ്. അത് കാണുന്നുണ്ട്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. ദേവൻ്റെയും ദേവിയുടെയും രൂപത്തിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഗ്രഹം വരികയാണ്. വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അനുകൂലമായി മാറുന്നു. അതുപോലെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളായാലും ശരി, ഉദ്യോഗാർത്ഥികളായാലും ശരി, അവർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്നു. ഇനി ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന അവർ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾക്കും മറ്റു ദോഷങ്ങൾക്കുമൊക്കെ മാറ്റമുണ്ടാകുന്നു. ആ ദോഷങ്ങളൊക്കെ മാറുന്നു. കുറച്ചുകൂടി അനുകൂലമായ ഈശ്വരാധീനമുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നതായി കാണുന്നു. ധനപരമായി നേട്ടമാണ്. കാരണം 2ാം ഭാവാധിപനാണ് 9-ൽ പോയി നിൽക്കുന്നത് ബലവാനായി. അതുകൊണ്ട് ഭാഗ്യം പോലെ പണം ഇവരിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. പണം മാത്രമല്ല, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടോ ആകർഷകമായ സമ്മാനങ്ങൾ വഴിയോ മറ്റു വസ്തുക്കൾ വഴിയോ മറ്റുപകരണങ്ങൾ വഴിയോ വീടിലെ ഫർണിച്ചർ വഴിയോ അതുമല്ലെങ്കിൽ വസ്ത്രങ്ങൾ വഴിയോ ഒക്കെ തന്നെ ഇവർക്കിപ്പോൾ അനുഗ്രഹം ഉണ്ടാകുന്നതായി കാണുന്നു. പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിന് ശേഷം പിതാവുമായി ഒന്നുകിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം, അല്ലെങ്കിൽ പിതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഈ അനുഗ്രഹം കൃത്യമായി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമൊക്കെ ജന്മലഗ്നത്തിലേക്കുണ്ടെങ്കിലും രോഗസംബന്ധമായ ചില കാര്യങ്ങൾ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്ന്, ഉദരത്തിൽ ശസ്ത്രക്രിയ എന്തെങ്കിലുമൊക്കെ വരേണ്ടി വരും, അല്ലെങ്കിൽ ഉദര സംബന്ധമായ രോഗങ്ങൾ മൂർച്ഛിക്കാനുള്ള സാധ്യത. അതുമല്ലെങ്കിൽ ഇവരുടെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് വർദ്ധിക്കാനിട കാണുന്നു. ഒന്നുമില്ലാത്തവർക്ക് ഗൗരവമല്ലാത്ത തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ അധികാരികളുമായി ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാം, മേലധികാരികളുമായി ഇടഞ്ഞേക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നിസ്സാര പ്രശ്നങ്ങളായി വരികയേ ഉള്ളൂ. കാരണം അതിലും വലിയ ഈശ്വരാധീനത്തിൻ്റെയും ഭാഗ്യാനുഗ്രഹത്തിൻ്റെയും ഒരു വഴി ഇവർക്ക് തുറന്നിട്ടുണ്ട്. അതുകൊണ്ടത് മാറും. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ അനുഗ്രഹമാണ്. പിന്നെ ആഴ്ചയുടെ അവസാന ദിവസവും വളരെ ഗുണകരമാണ്. ആഴ്ചയുടെ ഇടയ്ക്കുള്ള ഒരു 3-4 ദിവസങ്ങൾ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ഇവർക്ക് കുറച്ച് പണമൊക്കെ കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ പണത്തിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ കൃത്യമായി അറിഞ്ഞതിന് ശേഷമേ അത് സ്വീകരിക്കാനോ ഉപയോഗിക്കാനോ പാടുള്ളൂ എന്ന് പറയുന്നു. നട്ടെല്ല് സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്തിപ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ, അമ്മ, മാതാവ്, ഭാര്യ, സഹോദരി, മകൾ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ ഇവർ വഴി എന്തെങ്കിലും ദോഷമോ ഇവരെ ചൊല്ലി എന്തെങ്കിലും മാനസിക വിഷമമോ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 14, 15 രാവിലെ 8:30 വരെ, ശേഷം 19 രാവിലെ 10:15 മുതൽ 20-ാം തീയതിയും ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഇവരുടെ കർമ്മരംഗത്തുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
ചില കാര്യങ്ങളിൽ മേലധികാരികളുമായി നല്ല തർക്കമുണ്ടാകും. തങ്ങളുടെ നിസ്സഹായാവസ്ഥ കൃത്യമായി മേലധികാരികളെ അറിയിക്കാൻ ഇവർക്ക് സാധിക്കുന്നുവെന്ന് കാണുന്നു. കർമ്മരംഗത്ത് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ തടസ്സങ്ങൾ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയെ, അതായത് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിൽ ശനി, അത് 10-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ കർമ്മരംഗം അവിടെ വരുന്നു. മാത്രമല്ല 4 പറഞ്ഞാൽ സഹവസിക്കുന്ന ഇടങ്ങളെല്ലാം 4 കൊണ്ട് ചിന്തിക്കണം. വീട്ടിൽ നിൽക്കുമ്പോൾ വീട്, തറവാട്ടിൽ നിൽക്കുമ്പോൾ തറവാട്, ഓഫീസിൽ നിൽക്കുമ്പോൾ ഓഫീസ്, വാഹനം ഓടിക്കുമ്പോൾ വാഹനം, പൊതു ഇടങ്ങളിലാകുമ്പോൾ അവിടം. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വിമർശനമോ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതയോ അതുവഴി മനോദുഃഖമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ജൂൺ 2 ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് വരികയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് വരികയും ചെയ്യുന്നതിനാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട്. സ്വാഭാവികമായും വ്യാഴദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിക്ക് ഒരു ഉദാത്ത ആത്മീയ ഭാവം കിട്ടും എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കർമ്മരംഗത്തുണ്ടായിരിക്കുന്ന ദോഷങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ട്. കൂടുതൽ ഉത്സാഹത്തോടുകൂടി കർമ്മമേഖലയിൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കും. അതുമാത്രവുമല്ല, ചിലപ്പോൾ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിലെ കുറ്റക്കാർ ആര് എന്നൊക്കെ ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് കൃത്യമായി അറിയിക്കേണ്ട ആളുകളോട് അറിയിക്കാൻ സാധിക്കാത്തൊരവസ്ഥ നാളിതുവരെ ഉണ്ടായിരുന്നതിന് മാറ്റമുണ്ടാകുന്നു. അതായത് തങ്ങളുടെ അവസ്ഥ എന്താണ് തങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന് കാരണക്കാരാര് എന്നൊക്കെയുള്ള ഒരു വളരെ യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള ഒരു റിപ്പോർട്ട് അവർക്ക് സമർപ്പിക്കാനോ അത്തരം കാര്യങ്ങൾ പറയാനോ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇവരെ തിരിച്ചറിയുന്നൊരവസ്ഥ മേലധികാരികൾക്കുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കണം. സന്താനങ്ങൾക്കത്ര നല്ല സമയമല്ല, ശ്രദ്ധിച്ചു കൊള്ളണം. സന്താനങ്ങൾക്ക് പഠന സംബന്ധമായിട്ടൊക്കെ കുറച്ചുകൂടി ഭാരം വർദ്ധിക്കുന്ന സമയമാണ്. എന്നാലും അത് അവർക്കത്ര ഗൗരവമുള്ള സംഭവമായി തോന്നുകയില്ല. അവരെ ചൊല്ലി ഇവർക്ക് അഭിമാനിക്കാൻ എന്തായാലും വകുപ്പുണ്ടാകും. അത് പരീക്ഷാ വിജയത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവരുടെ മിടുക്ക് കൊണ്ടാണെങ്കിലും അതിന് സാധ്യമാകുമെന്ന് കാണുന്നു. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖമുണ്ടാകാം. മാതാവിനും അത്ര നല്ല കാലമല്ല. പിതാവിൻ്റെ രോഗാവസ്ഥയും ശ്രദ്ധിക്കണം. പൊതുവേ ഇവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഇത്തിരി അസ്വസ്ഥതകൾ കാണുന്നുണ്ട്. എന്നാലും ഈശ്വരാധീനം ഇവർക്കിപ്പോൾ അല്പം വർദ്ധിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 രാവിലെ 8:30 കഴിഞ്ഞ് 16, 17, 18, 19 രാവിലെ 10:15 വരെയും നല്ല ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതി രാവിലെ 8:15 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ചില പ്രത്യേക പ്രോജക്റ്റുകളിലൂടെ, ചില പ്രത്യേക സംരംഭങ്ങളിലൂടെ ഇവർക്കിപ്പോൾ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും 7-ാം ഭാവത്തിൽ വ്യാഴം വളരെ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ നിവൃത്തി സ്ഥാനത്ത് ഗുണം കാണുന്നു. അതായത് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, അതിന് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ധനസഹായമോ വിദേശവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കാനോ സാധിക്കുകയും അത് സാമ്പത്തിക നേട്ടമായി മാറുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ ഈ പ്രവർത്തന രംഗം കുറച്ചുകൂടി സുതാര്യമാകുന്നു. അത് കുറച്ചുകൂടി അവർക്ക് മുമ്പുണ്ടായിരുന്ന കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾക്കോ മാറ്റം വരുന്നതായി കാണുന്നു. എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഒന്നുകിൽ കുടുംബത്തിൽ നിന്ന് ഇവർ അകന്നു നിൽക്കേണ്ടതായി വരാം, അല്ലെങ്കിൽ മകരക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരോട് സഹകരിക്കുന്ന സ്ത്രീകളാൽ ചിലപ്പോൾ മനോവിഷമം ഉണ്ടാകാം. അതുകൊണ്ട് ഇടപെടുമ്പോൾ ഓരോ സംരംഭങ്ങളിലും വളരെ കരുതലോടുകൂടി, പ്രത്യേകിച്ചും പുരുഷ നക്ഷത്രക്കാർ, മകരക്കൂറിൽപ്പെട്ട പുരുഷന്മാർ അവരിടപെടുന്ന സ്ത്രീകളോട് അങ്ങേയറ്റത്തെ കരുതലും ജാഗ്രതയും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അതുപോലെ തിരിച്ചും സംഭവിക്കാനുള്ള സാധ്യത, മകരക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും പുരുഷന്മാർ മുഖേന എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടതായി വരാം. ഒന്നുകിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാവാം, അത് ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ പോലെ. അതല്ലെങ്കിൽ നേരത്തെ തന്നെ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമോ കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിരന്തരം ഉണ്ടായിരിക്കുന്ന ഒരു ദാമ്പത്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വീട് വിട്ട് നിൽക്കേണ്ടി വരും ഇതിലെ ജീവിത പങ്കാളിക്ക്.
അത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ സാമ്പത്തിക നേട്ടത്തിലും പ്രവർത്തനങ്ങളിലും ഇവർക്കിപ്പോൾ നല്ല വിജയമാണ് കാണുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം മേലധികാരിയുമായി നല്ല സഹകരണം കാണുന്നു. അവർ ഇവരുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇവരുടെ കഴിവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. അത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന തരത്തിൽ കുറേ ധനം ഇവർക്ക് വരാൻ സാധിക്കും ഈ ആഴ്ച, പ്രത്യേകിച്ചും ആദ്യ ദിവസത്തിന് ശേഷം. മേലധികാരികളുടെ സഹകരണം, സഹായം ഇതെല്ലാം കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. മാതാവിന് അത്ര നല്ല അവസ്ഥയല്ല കാണുന്നത്. മാതാവിനും പിതാവിനും ദോഷമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. കർമ്മരംഗം വളരെ സജീവമാണെങ്കിലും വേഗത കുറയ്ക്കണമെന്ന് കാണുന്നു. വാഹനത്തിൻ്റെ വേഗതയും പ്രവർത്തനങ്ങളിലെ വേഗതയും പൊതുവെ ഒന്ന് കുറയ്ക്കണം. വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങുകയോ പുതിയ വസ്തുവോ പുതിയ വീടോ വാങ്ങുകയോ ചെയ്യും. ചൊവ്വയ്ക്ക് വളരെ ബലമുണ്ട്. ഭൂമി വാങ്ങാനുള്ള സാധ്യത നല്ലവണ്ണം കാണുന്നുണ്ട്. മാതാവിൻ്റെ ശസ്ത്രക്രിയ, മാതാവിന് രോഗാവസ്ഥ, ഇത് ശ്രദ്ധിക്കണം. പക്ഷേ അതിന് ദോഷമൊന്നും ഉണ്ടാകില്ല. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ അന്തിമ വിധി വളരെ ഗുണകരമായിരിക്കും, വളരെ അനുകൂലമായിരിക്കും, വിജയമായിരിക്കുമെന്ന് കാണുന്നുണ്ട്. മുഖം ഇപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ തങ്ങളുടെ വാക്കുകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. മുഖത്തിന് ചർമ്മരോഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. ശ്വാസകോശ സംബന്ധമായും ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 രാവിലെ 8:30 കഴിഞ്ഞ് 16, 17, 18, 19 രാവിലെ 10:15 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്ത കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. കഴിഞ്ഞ കുറച്ചു കാലം ആയി ഈ കടബാധ്യതയിൽ നിന്നൊക്കെ ചെറിയൊരു മോചനവും സംഭവങ്ങളും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് കുറച്ച് പണത്തിൻ്റെ ആവശ്യകത വരുന്നതായി കാണുന്നു. എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്സാഹം കൃത്യമായി അവരിലുണ്ട്. പ്രത്യേകിച്ചും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോ സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ ഇവരതിന് സഹായിക്കുമെന്ന് കാണുന്നു. മാത്രമല്ല, എത്ര പരാജയം വന്നാലും അല്ലെങ്കിൽ സാമ്പത്തികമായ പരാധീനത ഉണ്ടെങ്കിലും ചെയ്യുന്ന കർമ്മത്തിൽ ഏറ്റവും അഗ്രസീവായി തങ്ങളുടെ മനസ്സർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈരാശ്യബോധമോ ആശങ്കകളോ ഇവരെ അലട്ടുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. അതിന് തക്കവണ്ണമുള്ള സഹായം ഇവർക്കുണ്ടാകും. ആൾ സഹായം കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തികവും അത്യാവശ്യം ഇവർക്ക് ലഭിക്കുമെന്ന് കാണുന്നു. വളരെ പെട്ടെന്നായിരിക്കും ഇവർക്ക് ചില സാമ്പത്തിക സഹായങ്ങൾ വരുന്നത്. പ്രത്യേകിച്ചും വിദേശത്തു നിന്ന് ചില സഹായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ഈ കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ചില സ്ത്രീകൾ മുഖേന, പ്രത്യേകിച്ചും അധികാരത്തിലൊക്കെ ഉള്ള സ്ത്രീകൾ മുഖേന വഴി സാമ്പത്തികം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കടബാധ്യത ഇവരെ വല്ലാതെ ഞെരുക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവർ കുറച്ചുകൂടി സമയം ഇവർക്ക് അനുവദിക്കുമെന്ന് കാണുന്നു. അങ്ങനെ 2-3 വിധത്തിൽ ഇവർക്ക് പ്രവർത്തന മേഖലയിൽ മനസ്സുറപ്പോടുകൂടി നിൽക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം അതുകൊണ്ട് തന്നെ വന്നില്ല എങ്കിലും തൽക്കാലം ഭാവിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള കർമ്മം വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് കാണുന്നു. അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. കൃത്യമായി കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ചിന്തിക്കേണ്ടത് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവസ്ഥകളോ ആശങ്കകളോ ചിലപ്പോൾ ഉണ്ടാകാം. കാരണം കൃത്യമായ ഒരു ചിന്താധാര ഇപ്പോൾ അവർക്കില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും മനസ്സ് കൈവിട്ടു പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത്തരം അവസ്ഥകൾ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ചില തെറ്റായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. ജീവിത പങ്കാളിയുമായി ചെറിയ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രത്യേകിച്ചൊരു ശ്രദ്ധ, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയോട് ഒരു അടുപ്പം കാണിക്കാൻ ഒരല്പം വൈമുഖ്യം ഇപ്പോഴുണ്ടാകും. ഒരുപക്ഷെ ജോലിസ്ഥലത്തുള്ള തിരക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ആവാം ഇവരുടെ മനസ്സിനെ ഇപ്പോൾ സോഫ്റ്റായി ചിന്തിക്കാൻ അല്ലെങ്കിൽ ചില റൊമാൻറ്റിക് ഭാവങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ അതൊരു കലഹത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോകും. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ ജീവിത പങ്കാളിയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അത്ര വലുതായിട്ട് വരില്ല. ഈ പുളിച്ചു തികട്ടലിൻ്റെ അസുഖമോ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ ഉള്ളവർക്ക് കുറച്ച് അത് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികമായി ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. എന്നാൽ വസ്തു സംബന്ധമായോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ ഉള്ള കാര്യങ്ങളിൽ ഭാഗ്യം ഇവർക്ക് അനുകൂലമായാണ് നിൽക്കുന്നത്. പറയട്ടെ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇതൊക്കെ ഇവരെ സഹായിക്കുന്നതായി കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
17 രാവിലെ 8:15 ശേഷം 18, 19, 20 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തേക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഭാഗ്യം അനുകൂലമായി ഇരിക്കുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. തുടക്ക ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലമായ ദിവസങ്ങളായി കാണുന്നു. പ്രത്യേകിച്ചും പണസംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ലഭിക്കാനിടയുള്ള പണം കൃത്യമായി കിട്ടുകയും അതുകൊണ്ട് തന്നെ ഇവർ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നൊരാഴ്ചയായി കാണുന്നു. ഇവരോട് ഏറ്റവും താല്പര്യമുള്ള വ്യക്തികൾ ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഊർജ്ജസ്വലമായ ഒരു മനസ്സിൻ്റെ തുടക്കം തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങളിൽ കാണുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ആണ് ഇവർക്ക് കൂടുതൽ ഗുണം. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ആശയമാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ രൂപമാറ്റമോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായി ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമേഖല വരും കാലങ്ങളിൽ കൂടുതൽ സജീവമാകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അവസാന ദിവസങ്ങളും ഒഴിച്ചാലുള്ള ഒരു 3-3.5 ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാഗ്യം വളരെ അനുകൂലമായി നിൽക്കുന്നതിനാൽ ധനം ഇവർക്ക് ഭാഗ്യരൂപേണ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വിജയിക്കില്ല എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ചില കർമ്മങ്ങൾ ചെയ്തതൊക്കെ വിജയത്തിലെത്തുന്നതായി കാണുന്നു. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായോ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ വളരെ അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. പണം ഇവരിലേക്ക് ഭാഗ്യരൂപേണയാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുകയോ മറ്റു ചില നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചിലയിടത്തൊക്കെ പണം മുടക്കുമല്ലോ, അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വളരെ അപ്രതീക്ഷിതമായി ഇവർക്ക് നേട്ടമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും അവരുടെ മംഗളകർമ്മങ്ങളിലുമൊക്കെ ഗുണപരമായ മാറ്റം കാണുന്നു. പുതിയ ആശയങ്ങൾ, പണപരമായ വർധനവിന് പുതിയ ആശയങ്ങൾ ചെയ്യുന്നതൊക്കെ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാതാവിന് ശാരീരികമായ അവശത ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനം മാതാവിനെയും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നും കാണുന്നു. അതുപോലെ കൈമുട്ട്, കാൽമുട്ട് ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും രോഗാവശതകളോ വാതസംബന്ധമായ പ്രശ്നങ്ങൾ പേശികളെ ബാധിക്കുകയോ ഒക്കെ ചെയ്യാം. കൈമുട്ടിനോ കാൽമുട്ടിനോ ഒക്കെ മുറിവോ ഒടിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നതിനാൽ അതൊന്നും ഗൗരവമാകുന്നതായി കാണുന്നില്ല. ഈശ്വരാധീനത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ലഗ്നമായതിനാൽ, ജന്മലഗ്നമായതിനാൽ ദോഷമുണ്ടാകില്ല എന്ന് തന്നെ ചിന്തിക്കണം. പ്രവർത്തനത്തിൽ വിജയവും സാമ്പത്തിക നേട്ടവും സന്താനങ്ങളെ കൊണ്ട് മനസുഖവും അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് മീനക്കൂർപ്പെട്ട നക്ഷത്രക്കാർ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതായും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15 രാവിലെ 8:30 വരെയും ശേഷം 19-ാം തീയതി രാവിലെ 10:15 ശേഷം 20 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരങ്ങൾക്കായി ശനിദേവൻ്റെ അമ്പലത്തിലോ, അതായത് നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ ധർമ്മശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതശുദ്ധിയോടുകൂടി കറുത്ത പട്ടുവസ്ത്രമോ നീല പട്ടുവസ്ത്രമോ അവിടെ സമർപ്പിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അഗതികളെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. അതുപോലെ തന്നെ വ്യാഴദോഷത്തിനായി ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്താം. വ്യാഴാഴ്ച വ്രതശുദ്ധി പാലിക്കുക. അതുപോലെ മഞ്ഞ പട്ടോ സ്വർണ്ണ നിറത്തിലുള്ള പട്ടോ ഒക്കെ സമർപ്പിക്കാം. അതുപോലെ ഈ നെയ്യ് കൊണ്ടുള്ള ഏതെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്താം. പാൽപ്പായസ നൈവേദ്യം നടത്താം. നെയ്വിളക്ക് കത്തിക്കാം. ഇതൊക്കെ വിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. വ്യാഴദോഷത്തിന് അത് ഏറ്റവും ഉത്തമമായ പരിഹാരവുമാണ്. ബൃഹസ്പതി മന്ത്രം ചൊല്ലുന്നതൊക്കെ വ്യാഴദോഷ പരിഹാരം അത് ഏറ്റവും നല്ലമായ കാര്യമാണ്. അടുത്തത് നാഗദോഷ പരിഹാരത്തിന് നാഗദൈവങ്ങളെ സ്മരിക്കുക. ഓം നാഗായ നമഃ എന്ന് ജപിക്കുക. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. ഒന്നുകിൽ ആയില്യ മഹോത്സവത്തിനോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന വ്യക്തിയുടെ നാളിനോ പക്കനാളിനോ. ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമഃ എന്ന് ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കർഗമാല അർപ്പിക്കാം. നാളികേരം മുടയ്ക്കാം. ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യാം. എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണമായ ഒരാഴ്ചയാവട്ടെ ഈ വരുന്നയാഴ്ച എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.